എന്ന സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഐറ്റം. ഹായ്, ഞാൻ ലോജിടെക്കിൻ്റെ G923 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സിം റേസിങ്ങിനെ പറ്റി അറിയാമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഞാനൊരു സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്യാൻ പോകണം. യൂസ്ഡ് ആണ്. നമുക്കപ്പോൾ കളക്ട് ചെയ്തിട്ട് ബാക്കി പരിപാടി പുറകെ വരും. ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ പെഡൽസ് എല്ലാം കണക്ട് ചെയ്യുന്ന പോർട്ട്. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ഗിയർ ഷിഫ്റ്റിംഗ് നോബ് വാങ്ങിക്കാൻ കിട്ടും, അത് എക്സ്ട്രാ ആണ്. ബട്ട് ഇതിന് ഓൾറെഡി നമുക്ക് പാഡൽ ഷിഫ്റ്റ് വരുന്നതുകൊണ്ട് പ്ലേ സ്റ്റേഷൻ വേരിയൻ്റ് ആണ് ഇത്. PS4, PS5 പിന്നെ PC-യിലും യൂസ് ചെയ്യാം. യു ക്യാൻ സി ഒഫീഷ്യൽ ലൈസൻസ് പ്രോഡക്റ്റ് ആണ് പ്ലേ സ്റ്റേഷൻ്റെ. പിന്നെ ട്രൂ ഫോഴ്സ് ടെക്നോളജി വരുന്നുണ്ട്. എവറിത്തിങ് ലുക്സ് സോ ഗുഡ്. ഇതൊരു സെൻറ്റർ മാർക്കുണ്ട് ഇതിന്, ലൈക്ക് അലുമിനിയം ഫിനിഷ്ഡ് ആണ്. ജോയ്സ്റ്റിക്കിലുള്ള പോലെ തന്നെ ആക്ഷൻ ബട്ടൺസ് ഉണ്ട്, നാവിഗേറ്റേഴ്സ് ഉണ്ട്, L2, L3, R2, R3 പ്ലസ് ഡൗൺ ബട്ടൺ, പിന്നെ ലോഞ്ച് ബട്ടൺ ഉണ്ട്, ഓപ്ഷൻ ബട്ടൺസ് ആൻഡ് സോ ഓൺ. പിന്നെ ഇതെന്തിനാണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല, ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയാം. പിന്നെ LED റെവ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. യു ക്യാൻ സി ബാക്കിൽ 2 പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. കൈൻഡ് ഓഫ് ഒരു ലെതർ ഫീലാണ് ഇതിന് കിട്ടുന്നത്. ഗ്രിപ്പുണ്ട്, ക്വൈറ്റ് ഗുഡ് ഫോർ ലൈക്ക് ഹാൻഡ്ലിങ്. ആക്ച്വലി നമ്മൾ കാറിൽ യൂസ് ചെയ്യുന്നത് തന്നെ പ്രഷറൊക്കെ ഉണ്ട് നമുക്ക്. പിന്നെ ഗെയിം സെറ്റിങ്സിൽ ഇതിൻ്റെ എല്ലാം പ്രഷേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബ്രേക്ക് കുറച്ച് ടൈറ്റാണ്. ഐ തിങ്ക് റേസ് കാർസിലെല്ലാം അങ്ങനെ ആയതുകൊണ്ട് ഇതിങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു USB കണക്റ്റഡ് ഡിവൈസാണ്. ഇതിനൊരു കൈൻഡ് ഓഫ് ഒരു VGA പോർട്ട് പോലത്തെ ഒരു പ്ലഗാണ് ഇതിന് വരുന്നത്. ദെൻ ദി അഡാപ്റ്റേഴ്സ്. ഫോർസ ഹൊറൈസൺ പിന്നെ ഗ്രാൻ ടൂറിസ്മോ അങ്ങനെയുള്ള ഗെയിംസിനാണ് കുറച്ചുകൂടി ട്രൂ ഫോഴ്സ് പരിപാടി വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ അഡാപ്റ്റർ കണക്ട് ചെയ്തു ഡയറക്റ്റ് പോർട്ടിലേക്ക്, ഐ മീൻ സ്വിച്ച് ബോക്സിലേക്ക്. പിന്നെ ഇതിലേക്ക് കണക്ട് ചെയ്യണം, ഇതിലേക്ക് കണക്ട് ചെയ്യണം. പിന്നെ ബാക്കി ഇതിൻ്റെ കിടുതാപ്പുകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പുറകിലൊരു ഗ്രിപ്പുണ്ട്. അത് നമ്മൾ താഴെ വെച്ചിട്ട് നമ്മൾ ആക്ച്വലി ഫുട്ട് വെച്ച് പ്രസ് ചെയ്യുമ്പോൾ ഇത് സ്ലിപ്പായി പോകാതിരിക്കാനുള്ള ജസ്റ്റ് ഒരു ഗ്രിപ്പാണ്. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അത് താഴേക്ക് എടുത്ത് വെക്കുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ചെറിയൊരു ലിവർ പോലത്തെ സാധനം കാണാം, ചെറിയൊരു നോച്ച് പോലത്തെ സാധനം, ഒരു ബട്ടൺ പോലത്തെ സാധനം. അപ്പോൾ നമ്മളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്റ്റീവ് ആവും. ചെറിയൊരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഗ്രിപ്സാണ്. നമ്മുടെ ഈ ചെറിയ റോസിൻ്റെയൊക്കെ മുള്ളു പോലത്തെ ഒരു ടെക്സ്ചറാണ് ഇതിന്. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ അടച്ചു വയ്ക്കാം. നമുക്ക് ഇപ്പോൾ ഫ്ലോറിൽ ഓൾറെഡി ഗ്രിപ്പ് ഉണ്ടെങ്കിൽ ഇവിടെയും ഓൾറെഡി ഒരു റബ്ബർ ഗ്രിപ്സ് ഉണ്ട്, ബട്ട് സ്റ്റിൽ അത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് യൂസ് ദാറ്റ്. അപ്പോൾ ഞാനിതിൻ്റെ ജസ്റ്റ് ഒരു കമ്പാരിസൺ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഗ്രിപ്പ് ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇതിൽ ഡിഫോൾട്ടായിട്ടുള്ള റബ്ബർ ബുഷസ് വെച്ചിട്ട് ഇതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഇപ്പോൾ നമ്മൾ ആക്സിലേറ്ററിൽ അത്യാവശ്യം ഒരു പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ തെന്നിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഞാനത് ഓൺ ചെയ്തിട്ട് എന്താണ് അവസ്ഥ എന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ പുഷ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ലോണം, പക്ഷേ നേരത്തെ അത്രയും തെന്നിപ്പോകുന്നില്ല. അത്യാവശ്യം നല്ല ഗ്രിപ്പുണ്ട്. സോ ഞാനിതിൻ്റെ അൺബോക്സിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമ്മുടെ ഗിയർ നോബെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു പോർട്ടാണ്. പിന്നെ ഇത് പെഡൽസ് കണക്ട് ചെയ്യാനുള്ള പോർട്ടും പിന്നെ പവർ കേബിൾ നമ്മളിപ്പോൾ കണക്ട് ചെയ്തത്. പിന്നെ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ വയേഴ്സ് ഇൻ ടൈം ഇതിങ്ങനെ ബെൻഡായിട്ടിരിക്കുന്നതുകൊണ്ട് വയേഴ്സിന് ഡാമേജസ് ഒന്നും വരാതിരിക്കാനായിട്ട് നമുക്കിതിങ്ങനെ ഒരു ചാനൽ വഴി ഇങ്ങനെ ഫേമായിട്ട് ഒരു സ്ഥലത്ത് വയ്ക്കാം. സോ ദ വയേഴ്സ് ഡോണ്ട് ഗെറ്റ് ഡാമേജ്ഡ്. അപ്പോൾ അത് വയർ മാനേജ്മെൻറ്റിനുള്ള ചെറിയൊരു സ്പേസ് ആണ് ഇതിനുള്ള. സോ വിച്ച് ഇസ് ഹാൻഡി. നമുക്കിത് ടേബിളിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഹൈറ്റ് ടൈറ്റാക്കാനും ലൂസാക്കാനും ഉള്ളതാണ്. ഇതുപോലെ അപ്പുറത്ത് ഓർമ്മയുണ്ട്. സോ ഞാനതിപ്പോൾ ഫിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം.
ഇത് ഓൺ ആവുന്ന പ്രൊസീജിയേഴ്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. സോ ഇറ്റ് വാസ് ജസ്റ്റ് കാലിബ്രേറ്റിംഗ് ഇറ്റ് സെൽഫ്. സോ ദ ഫുൾ ലെഫ്റ്റ് ആൻഡ് ഫുൾ റൈറ്റ് ടേൺസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഫങ്ഷനിങ് ആണ് എന്ന് കാണിക്കുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിം ബട്ടൺസാണ് ഇവിടെ വരുന്നത്. ബാക്കി കുറച്ച് കാര്യങ്ങളെല്ലാം ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള ബട്ടൺസാണ്. പിന്നെ ഇത് ഈ ഉള്ള 4 ബട്ടൺസ് എല്ലാം ഇവിടെയുള്ള 4 സെയിം L1 L2 R1 R2 ബട്ടൺസാണ്. സോ സെയിം ഫങ്ഷൻസ് ആണ്. സോ നിങ്ങളിത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നാവിഗേറ്റ് ചെയ്ത് സെയിം പേർപ്പസ് തന്നെയാണ് മീറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ നമുക്ക് മെനു ബട്ടണിൽ പോകാം, ഹോം ബട്ടണിൽ പോകാം. യു ക്യാൻ ചൂസ് ബിറ്റ്വീൻ ഗെയിംസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബേസിക്കലി അത്രേ ഉള്ളൂ. ഇൻസ്റ്റലേഷൻ ആൻഡ് ഗെയിം പ്ലേ. ഡ്രൈവിംഗ് എൻതൂസിയാസ്റ്റ് ആണെങ്കിൽ യു ഡെഫിനറ്റ്ലി ഷുഡ് ട്രൈ ദിസ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈംസ് യു വോണ്ട് ബി ഏബിൾ ടു പുഷ് ദ ലിമിറ്റ്സ് ഓഫ് യുവർ കാർസ്. അതിപ്പോൾ എന്ത് വണ്ടിയാവട്ടെ, എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നമുക്കിപ്പോൾ ആ ബിഗിനർ സ്റ്റേജ് ഇത് തന്നെ കുറച്ച് ഓവറാണോ എന്നൊരു സംശയമുണ്ട്. ബട്ട് ഐ എം ജസ്റ്റ് ഗിവിങ് ദ ബെസ്റ്റ് വാട്ട് ഐ ക്യാൻ give to myself. അത്രേ ഉള്ളൂ. സോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പോയി വരാം.